എൻ്റെ ഒരു 111 ദിവസത്തെ ട്രാൻസ്ഫർമേഷൻ ഞാൻ കാണിച്ചു തരട്ടെ. ഇതേ കണ്ടോ. സോ ഇത്രയും സ്കിന്നി ആയിട്ടിരുന്ന ഞാനാണ് 111 ദിവസം കൊണ്ട് ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയത്. ഇത്രയും നാൾ കൊണ്ടല്ലെങ്കിലും കുറച്ചാൾ എടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ ഇരുന്ന എൻ്റെ അനിയനാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. സോ അന്ന് മുതലേ ഞാൻ വീഡിയോ ഇടുന്നത്. സോ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നൊരു വലിയൊരു പ്രശ്നമാണ്, എത്ര കഴിച്ചിട്ടും വെയിറ്റ് വെക്കുന്നില്ല. എത്ര കഴിച്ചിട്ടും കുറേ കഴിക്കും, എന്നിട്ടും വെയിറ്റിന് ഒരു ചേഞ്ചും ഇല്ല. സോ അങ്ങനെ പറയുന്നവർക്കാണ് ഈ വീഡിയോ. അങ്ങനെയല്ല, വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഞാനും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ചിട്ട് ചുമ്മാ കുറച്ച് മറ്റേ തടിയൊക്കെ വെച്ച് മറ്റേ വീർത്തിരിക്കുക അങ്ങനത്തെ വെയിറ്റ് ഗെയിനിങ് അല്ല, പ്രോപ്പറായിട്ട് മസിൽ ബിൽഡ് ചെയ്തുകൊണ്ട് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഹൈ ഗൈസ്, ഞാൻ ബേസിൽ. സോ പറഞ്ഞ് ബോറടിപ്പിക്കാതെ പോയിന്റിലോട്ട് വരാം. വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഒറ്റ പരിപാടിയേ ഉള്ളൂ, കാലറി സർപ്ലസ്. സോ ഈ കാലറി സർപ്ലസിൽ തെറ്റുകൾ വരുത്തിയിട്ട് തടിയായി പോയവരും ഉണ്ട്. പിന്നെ കാലറി സർപ്ലസ് എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പഴയതുപോലെ തന്നെ വെയിറ്റിൽ ഒരു ചേഞ്ചും ഇല്ലാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലായിരുന്നു ഞാൻ. അതായത് ഞാൻ വിചാരിക്കും, ഇന്ന് ഞാൻ 2 മുട്ട കൂടുതൽ കഴിച്ചു, നാളെ 2 പഴം പുഴിയും കഴിക്കുക, അല്ലെങ്കിൽ നാളെ 1 ഗ്ലാസ് പാല് കൂടുതൽ കഴിച്ചു എന്ന് വിചാരിച്ച് വെയിറ്റ് കൂടുമെന്നും പറഞ്ഞിരിക്കുവാണെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ ഒരു പ്രോപ്പർ കാലറി സർപ്ലസ് ചെയ്താൽ മാത്രമേ പരിപാടി നടക്കത്തുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ വെബ്സൈറ്റിലോട്ട് പോവുക. ഈ വെബ്സൈറ്റിലോട്ട് പോയി കഴിയുമ്പോൾ ഇവന്മാരെ കുറച്ച് കാര്യമൊക്കെ ചോദിക്കും. ഹൈറ്റ്, വെയിറ്റ്, ഏജ്, നിങ്ങൾ ആഴ്ചയിൽ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിയുമ്പോഴേക്കും ഒരു നമ്പർ കിട്ടും. അതാണ് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ്. ഈ മെയിൻ്റനൻസ് കാലറീസ് ഇത്രയേ ഉള്ളൂ. ഇത്രയും കാലറി നിങ്ങൾ ഡെയിലി കഴിച്ചാൽ നിങ്ങളുടെ വെയിറ്റ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, കൂടത്തുമില്ല കുറയത്തുമില്ല. സോ നമ്മളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ്റനൻസ് കാലറീസിൻ്റെ കൂടെ കുറച്ച് കാലറീസ് അങ്ങോട്ട് കൂട്ടി കഴിക്കും എന്ന് വിചാരിച്ച് മെയിൻ്റനൻസ് കാലറീസിൻ്റെ കൂടെ ഒരു 1000 കാലറിയും കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ച് കഴിക്കുവാണെങ്കിൽ തടി വരും, ഫാറ്റായി പോവും, വെയിറ്റ് ഗെയിൻ ആവും, ഫാറ്റായി പോകും. സോ അപ്പോഴാണ് എത്ര കാലറീസ് കൂട്ടി കഴിക്കണമെന്ന് വരുന്നത്. സയൻസ് പറയുന്നത് ഒരു 200 തൊട്ട് 500 കാലറീസ് വരെ കൂട്ടി കഴിച്ചാൽ മതി എന്നാണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ആവും. പക്ഷേ നമ്മുടെ ഉദ്ദേശം വെറുതെ വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണോ? ചുമ്മാ വെയിറ്റ് ഗെയിൻ ചെയ്യുക, എന്നാൽ ഒരു 100 കിലോ ആയേക്കാന്ന് വിചാരിച്ചിട്ട് തടിയായിട്ടിരുന്നാൽ മതിയോ? സോ നമുക്ക് മസിലോട് കൂടി വെയിറ്റ് ഗെയിൻ ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു ഫോർമുല വരുന്നത്. കാലറി സർപ്ലസ് പ്ലസ് പ്രോട്ടീൻ പ്ലസ് ട്രെയിനിങ്, ഈ 3 ഐറ്റം കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ മസിലോട് കൂടി നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടാണെങ്കിൽ ഒരു കാലറി സർപ്ലസ് എടുത്ത് വെറുതെ വീട്ടിൽ കുത്തിയിരുന്നാൽ മതി. ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് വി വോണ്ട്, റൈറ്റ്? സോ നമുക്ക് പ്രോപ്പറായിട്ട് മസിൽ കൂടി വേണമെങ്കിൽ ഈ 3 ഐറ്റംസും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. സോ നേരത്തെ പറഞ്ഞ പോയിന്റ്സിലെ മെയിൻ ആയിട്ടുള്ള 2 ഐറ്റംസ് ആയിരുന്നു. ഒരു കാലറി സർപ്ലസും വേണം, പ്രോട്ടീൻ ഇൻടേക്കും വേണം. അപ്പോൾ എത്ര ഗ്രാം പ്രോട്ടീൻ നിങ്ങൾ ഇൻടേക്ക് ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ബോഡി വെയിറ്റിൻ്റെ ഒരു 1.5 തൊട്ട് 2.2 വരെ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ വരും. ഇപ്പോൾ 60 ആണെങ്കിൽ 60 × 1.5 അടിക്കുമ്പോൾ ഒരു നമ്പർ കിട്ടും. അപ്പോൾ അത്രയും ഗ്രാം പ്രോട്ടീനും ഇത്രയും കാലറീസും കൂടി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മസിലോട് കൂടി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ, അതൊരു ഫുഡ് വെയിങ് സ്കെയിൽ വാങ്ങിച്ച് അളക്കുക. അതെ, ഈ സാധനം കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, ഇതില്ലാതെ ഒരു പരിപാടിയും നടക്കുമല്ലോ, ഇപ്പം തന്നെ വാങ്ങിച്ചു വെച്ചോ. സോ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് എത്ര കാലറീസ് ആണെന്ന് അളക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മീനിൻ്റെ 100 ഗ്രാംസിലുള്ള പ്രോട്ടീനും കാലറീസും ആണ്. ഇതുപോലെ നിങ്ങൾ ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ കാലറീസും പ്രോട്ടീനും എത്രയാണെന്നുള്ളൊരു വലിയ ലിസ്റ്റ് കിട്ടും. ഈ സാധനം എല്ലാം കൂടി അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര കാലറീസും വേണം, വേണ്ടത്ര പ്രോട്ടീനും വേണം. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നൊരു സാധനം വരുമ്പോഴാണ് ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ വരുന്നത്. സോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുണ്ട്, അത് എത്ര കാലറീസ് ഉണ്ടെന്നുണ്ട്, എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഡയറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കമൻറ്റ് ബോക്സിൽ പോയി ഡയറ്റ് എന്ന് കമൻറ്റ് ചെയ്യുന്ന പോലെയല്ല ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആകും നിങ്ങൾക്ക്. അപ്പോൾ അതിനായിട്ട് സപ്പോസ് നിങ്ങൾക്കൊരു 2000 കാലറീസാണ് ഡെയിലി കഴിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് 1700 കാലറീസാണ് ആ വെബ്സൈറ്റിൽ മെയിൻ്റനൻസ് കാണിച്ചത്. ഒരു 300 കാലറീസ് നിങ്ങൾ കൂട്ടി 2000 കാലറീസ് നിങ്ങൾക്ക് കഴിക്കണം, 100 ഗ്രാം പ്രോട്ടീനും കഴിക്കണമെന്ന് വെച്ച്. ഇതിപ്പോൾ നമ്മൾ 4 ആയിട്ട് ഡെയിലി സ്പ്ലിറ്റ് ചെയ്യും. 500 കാലറീസ് 25 ഗ്രാം പ്രോട്ടീൻ, 500 കാലറീസ് 25 ഗ്രാം പ്രോട്ടീൻ. ഇത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഡെയിലി 2000 കാലറീസും കിട്ടും, 100 ഗ്രാം പ്രോട്ടീനും കിട്ടും. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് 500 കാലറീസും വേണം, 25 ഗ്രാം പ്രോട്ടീനും വേണം. അപ്പോൾ 500 കാലറീസ് കിട്ടാനായിട്ട് സപ്പോസ് നമ്മൾ 2 കോഴിമുട്ട എടുക്കും. ഇതെല്ലാം ചുമ്മാ എടുക്കുകയല്ല, ഈ മെഷീൻ വാങ്ങിച്ച് അളന്ന് തന്നെ കഴിക്കണം. അല്ല ചുമ്മാ എടുക്കുവാണെങ്കിൽ ഞാൻ പറയാമല്ലോ, വരുന്ന കൂടത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 കോഴിമുട്ട എടുക്കും. ചിലപ്പോൾ ഉള്ള കാര്യം ഞാൻ ലിറ്ററലി പറയുമല്ല, നിങ്ങൾ അളന്ന് കഴിയുമ്പോൾ അത് എത്ര കാലറീസ് ആണെന്നും പ്രോട്ടീൻ ആണെന്നും നോക്കിയിട്ട് അതിന് വെച്ച് മീറ്റ് ചെയ്യുന്ന രീതിയിൽ 2 കോഴിമുട്ട എടുക്കും. ചിലപ്പോൾ കുറച്ച് കടല എടുക്കും, ചിലപ്പോൾ ഒരു 1/2 കുറ്റി പുട്ടും എടുക്കും. ഇതെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 500 കാലറീസുമായി, 25 ഗ്രാം പ്രോട്ടീനുമായി. ഇതുപോലെ തന്നെ നമ്മൾ ഉച്ചക്കും ചെയ്യും. ചിലപ്പോൾ ഒരു 150 ഗ്രാം ചോറ് എടുക്കും, 2 മത്തി വറുത്ത് എടുക്കും, ഇല്ല 2 മത്തി കറി വെച്ചെടുക്കും. എന്നിട്ട് ചിലപ്പോൾ 1 കോഴിമുട്ട എടുക്കും, വേറെ എന്തെങ്കിലും വല്ല
പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചിലപ്പോൾ കുറച്ച് പയർ കറിയും എടുക്കും. സോ അപ്പോഴും 500 കാലറീസുമായി 25 ഗ്രാം പ്രോട്ടീനുമായി. അപ്പോൾ നമ്മളുടെ ഫുഡ് നമ്മൾ തന്നെ വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കാലറി സർപ്ലസ് ഡയറ്റ് പ്ലാനും വേണ്ടത്ര പ്രോട്ടീൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെഡി ആയില്ലേ? എപ്പിടി ഇருக்கு എന്ന് വെച്ചിട്ട് നിങ്ങളെല്ലാവരും പോയി രാവിലെ ഉച്ചക്ക് വൈകുന്നേരം 500 കാലറീസ് 25 ഗ്രാം പ്രോട്ടീനും കഴിക്കണമെന്നല്ല. നിങ്ങൾക്ക് എത്ര കാലറീസും പ്രോട്ടീനും ആണോ ഡെയിലി വേണ്ടത്, അത് നിങ്ങൾക്ക് എത്ര മീലാണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മീറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇതാണ് കാര്യം. അടുത്തതാണ് ട്രെയിനിങ്. ചില ആൾക്കാർ 6 ദിവസമൊക്കെ ചത്ത് വർക്കൗട്ട് ചെയ്യണം കാണാം. സത്യം പറയാ, ഞാനതുപോലെയൊക്കെ തന്നെയായിരുന്നു. വർക്കൗട്ട് ചെയ്തപ്പോഴേക്കും വർക്കൗട്ട് തുടങ്ങിയപ്പോഴേക്കും ഡെയിലി, അതായത് തിങ്കൾ മുതൽ ശനി വരെ വർക്കൗട്ടാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 മുതൽ 4 ദിവസം വരെ 4 ദിവസം വരെ മതി. സാധാരണയായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത്രയൊക്കെ മതി. എന്ന് വെച്ച് നിങ്ങൾ 4 കൂടുതൽ ദിവസം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ 4 ദിവസം വർക്കൗട്ട് ചെയ്യുന്നത് ഇനഫാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി റിക്കവറി ഒക്കെ കിട്ടും. പിന്നെ ചെയ്യുമ്പോഴേക്കും കോമ്പൗണ്ട് ലിഫ്റ്റുകളും ഐസൊലേഷൻ ലിഫ്റ്റുകളും മിക്സ് ചെയ്ത് ചെയ്യുക. ആശാനോടൊക്കെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. പിന്നെ പ്രോപ്പർ ഫോം അറിയാൻ പാടില്ല ചെയ്ത് ഇഞ്ചുറിയൊക്കെ വരുത്തി വെക്കുവാണെങ്കിൽ കയ്യിൽ നിന്ന് പോകും. സോ ഡോണ്ട്. ഈ കാലറി സർപ്ലസ് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവൈലബിലിറ്റി അനുസരിച്ച് കഴിക്കുക. നമ്മൾ ഈ ഇൻഫ്ലുവൻസസ് ഒക്കെ കാണിക്കുമ്പോഴേക്കും ഡെയിലി ചിക്കൻ എഗ്ഗൊക്കെ അവർക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അത് ഡെയിലി അവൈലബിൾ ആയിരിക്കണമെന്നില്ല. കോളേജിലൊക്കെ പഠിച്ച ടൈമിൽ ഞാൻ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള സാധനം ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് ബീച്ചുണ്ട്. സോ എനിക്ക് നല്ല മീൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ മീനിൽ നിന്ന് പ്രോട്ടീൻ മീറ്റ് ചെയ്യും. ചില ആൾക്കാർക്ക് മുട്ടയായിരിക്കും കുറേ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീറ്റ് ചെയ്യുക. അല്ലാതെ മറ്റേ കഷ്ടപ്പെട്ട് പണിക്ക് പോയി തിന്നട്ട അങ്ങനത്തെ മൂഡ് വരണ്ട. വെച്ചിട്ട് പണിക്ക് പോകണ്ടെന്നല്ല ഞാൻ പറയണത്, മനസ്സിലായോ? അതായത് ഇതിനു വേണ്ടി പണിക്ക് പോകേണ്ട അവസ്ഥ വരണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ കുറച്ച് മിത്തുകൾ ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ പറയും ഞാൻ എത്ര കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ലെന്നേ. ഇല്ല, ഞാൻ കാലറി സർപ്ലസ് ഒക്കെ എടുക്കുന്നുണ്ടെന്നേ, എന്നിട്ടും വണ്ണം വെക്കുന്നില്ലല്ലേ. പൊന്നളിയാ, ഞാൻ അളന്നാണോ കഴിക്കുന്നത്? അളന്നൊക്കെ കഴിച്ചാൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാവും. അളന്ന് കഴിക്കാതെ ഒരു ഊഹം വെച്ച് ഇത്തിരി ഇതൊരു 100 കാലറി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കഴിക്കണമെങ്കിൽ നടക്കൂല മോനെ, നടക്കൂല. ഈ മെഷീൻ വാങ്ങിച്ച് അളന്ന് കഴിച്ചാലേ നടക്കത്തുള്ളൂ. പിന്നെ അടുത്താണ് ഹ്യൂജ് സർപ്ലസ്. ഞാനിപ്പോൾ പറഞ്ഞൊരു 200 തൊട്ട് 500 വരെയൊക്കെ കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ ഒരു 700 കഴിക്കും, എന്ത് പറ്റാനാണെന്ന് വിചാരിച്ചൊക്കെ കഴിക്കുവാണെങ്കിൽ തടി വെക്കും, മുഖമൊക്കെ വീർക്കും, ഫാറ്റ് ആയിരിക്കും വരുന്നത്. സോ ഡോണ്ട്. അടുത്തൊരു സാധനമാണ് മാസ് ഗെയിനർ. കുറേ ആൾക്കാർ അനാവശ്യമായിട്ട് വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. വെറുതെ മാസ് ഗെയിനർ ഒന്നും വാങ്ങിച്ച് കാശ് കളയേണ്ട, നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും. മാസ് ഗെയിനറിനകത്ത് കുറച്ച് കാർബും കുറച്ച് കാലറീസ് ഒക്കെ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ നല്ല ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ നോക്കുമോനെ, അല്ലാതെ മാസ് ഗെയിനർ ഒന്നും വാങ്ങിച്ചു കളയല്ലേ. പിന്നെ ചില ആൾക്കാർക്ക് കുറേ ഫുഡ് ചവച്ച് തിന്നുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. അയ്യോ തിന്നാൻ പറ്റുന്നില്ലേ, കഷ്ടപ്പെട്ടൊക്കെ തിന്നേണ്ടി വരും. സോ അവർക്ക് കഴിക്കണമെന്നൊന്നുമില്ല, കുടിച്ചാലും മതി. സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തരാം. വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് മെയിൻ്റെനൻസ് കാലറീസ് കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ കുറച്ച് കാലറീസ് കൂട്ടുക, കഴിക്കുക. പക്ഷേ പ്രോട്ടീൻ എങ്ങാനും വിട്ടുപോയാൽ തടി വെക്കും. സോ പ്രോട്ടീനും ട്രെയിനിങ്ങും ഉറപ്പ് വരുത്തുക. സോ എത്ര ഗ്രാം പ്രോട്ടീൻ ആണോ കാലറീസ് ആണോ വേണ്ടതെന്ന് കണ്ടുപിടിച്ച ശേഷം എത്ര മീൽസ് ആണ് ഡെയിലി കഴിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രോട്ടീനും കാലറീസും ഡിവൈഡ് ചെയ്തിട്ട് കഴിക്കുക. വെയിറ്റ് ഗെയിൻ ആവും. ഞാനും എൻ്റെ അനിയനും എല്ലാവരും ഈ ഈസി പരിപാടി ചെയ്താണ് വെയിറ്റും മസിലൊക്കെ ഗെയിൻ ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ബേസിക്കാണ്. ഇത് വർക്കാവുമെന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രമാണ് വർക്കാവുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീപ്പായിട്ട് പോകുകയാണെങ്കിൽ. പക്ഷേ ഈ സംഭവം നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ വർക്കാവടേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ലോങ് വീഡിയോസാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകും. സോ അതങ്ങ് മനസ്സിലാക്കിയേക്കുക. ആൻഡ് കമൻറ്റ് വാട്ട് ഡു യു വാണ്ട് നെക്സ്റ്റ്. എന്താണ് ഇനി വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ അത് ചെയ്യാം.